നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബ്രസീൽ മൊറോക്കോയോട് 1-1 സമനിലയിൽ പിരിഞ്ഞല്ലോ. പല കോണുകളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ, പ്രത്യേകിച്ച് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ബ്രസീൽ അവരെ നിരാശപ്പെടുത്തിയെന്ന് തന്നെയാണ്. ചില ബ്രസീലിയൻ എക്സ്പേർട്സ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: 5 വേൾഡ് കപ്പൊക്കെ എടുത്തൊരു ടീം മൊറോക്കോയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നതോ അതോ മൊറോക്കോ ബ്രസീലിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നതോ? എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. മൊറോക്കോയൊക്കെ ബ്രസീലിനോട് കട്ടക്ക് നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു എന്ന്. അത് സമീപകാലത്തെ കളിയെക്കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാത്തത് കൊണ്ട് തോന്നിയതാണ് എന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റൂ. നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ പ്രിവ്യൂകളിലും അതുപോലെ തന്നെ മൊറോക്കോ ടീമിനെ കുറിച്ചുള്ള അനാലിസിസുകളിലും റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലെ ആ വിശകലനത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മൊറോക്കോ ബ്രസീലിനോട് അറ്റ് പാർ നിൽക്കുന്ന ടീമാണ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആഞ്ചലോട്ടിക്ക് അതറിയാം. ആഞ്ചലോട്ടി കളി കഴിഞ്ഞിട്ട് അതാ പറഞ്ഞത്, മൊറോക്കോ എന്ന് പറയുന്ന ടീമിനോട് സമനില അതൊരു ബാഡ് റിസൾട്ട് അല്ല എന്ന്. ഏതായാലും ബ്രസീലിന് പാളിയത് എവിടെ? ബ്രസീലിയൻ അനലിസ്റ്റുകളുടെ വിശകലനങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ സംഗതി വളരെ ക്ലിയറാണ്. ബ്രസീലിന് പാളിയത് അവർക്ക് കളിയുടെ തുടക്കത്തിൽ തന്നെയാണ്. അത് കോച്ച് കാർലോ അഞ്ചലോട്ടിയും സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല രൂപത്തിലല്ല സ്റ്റാർട്ട് ചെയ്തത് എന്ന്. നല്ല ചൂടായിരുന്നു. ഒന്നാമത്തെ കാര്യം, നല്ല ചൂടിലാണ് കളി നടന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനു മുമ്പ് ബ്രസീൽ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു ലൈനപ്പും കൊണ്ടാണ് ഇറങ്ങിയത്. ഇബാനസ് വലതുപാർശ്വത്തിൽ, ഇടതുപാർശ്വത്തിൽ ഡഗ്ലസ് സാൻഡോസ്, ഗോളടിക്കാൻ ഒരു ഏരിയ സ്ട്രൈക്കറായിട്ടുള്ള ഇഗോർ തിയാഗോ, ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് ഇതുവരെ ബ്രസീൽ ഇറങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രശ്നം, ലാക്ക് ഓഫ് കോർഡിനേഷൻ കളിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു. അതുതന്നെയാണ് ഇപ്പോൾ പല ബ്രസീലിയൻ വിദഗ്ധരും വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ എതിർ ടീമിൻ്റെ ക്വാളിറ്റി, അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓപ്പണൻസ് നമ്മളിപ്പോൾ പാസ്റ്റ് മാച്ചസൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ബ്രസീലാണ് മൊറോക്കോക്കെതിരെ ആധിപത്യം ഹെഡ് ടു ഹെഡിൽ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പ്രസൻറ്റ് സെനാരിയോയിൽ മൊറോക്കോ എന്ന് പറഞ്ഞാൽ ഇൻഡീഡ് എ ടഫ് ഓപ്പണൻ്റെ കാര്യം മനസ്സിലാക്കുക. ബ്രസീൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തു. പിന്നെ വിനിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് കളി ഈക്വലൈസ് ചെയ്യുന്നത്. 1-1 സമനില എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് സി വൈഡ് ഓപ്പൺ ആവുകയാണ്. ഇനി ഈ ഗ്രൂപ്പ് സിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നുള്ള ബുദ്ധിമുട്ടല്ല. 1-ാം സ്ഥാനം പിടിക്കണമെങ്കിൽ സ്കോട്ട്ലൻഡിനോടും ഹെയ്റ്റിയോടൊക്കെ ഗോൾ വർഷം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ബ്രസീലിന് സംഭവിച്ചത് എന്താണ്? ഒറ്റ സെൻറ്റൻസിൽ ബ്രസീലിന് സംഭവിച്ചത് എന്താണെന്ന് പറയാം. ബ്രസീൽ വാസ് ഡിസോർഗനൈസ്ഡ് ഇൻ ഡിഫൻസ്, വൾണറബിൾ ഇൻ മിഡ്ഫീൽഡ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഇൻ അറ്റാക്ക്. എല്ലാം അതിലുണ്ട്. ഡിഫെൻസീവ്ലി ബ്രസീൽ ശരിക്കും സ്ട്രഗിൾ ചെയ്തു, ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. അതാണ് ആ ആദ്യ ഗോളൊക്കെ അവരടിക്കാനുള്ള കാരണം. അതുമാത്രമല്ല, തുടക്കത്തിൽ അവർ നിരന്തരം ആക്രമിച്ച് കയറിയത് അതുകൊണ്ടാണ്. ഡിഫൻസിൽ ബ്രസീൽ ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് തന്നെയല്ലേ ആദ്യ ഗോളും വരുന്നത്. ഡിഫൻസും അതുപോലെ മധ്യനിരയും തമ്മിലുള്ള ആ ഗ്യാപ്പ് വലുതായിരുന്നു, കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുതലെടുത്താണ് ബ്രയൻ ഡയസ് ആ ബോൾ നീട്ടിക്കൊടുക്കുന്നതും അത് സുന്ദരമായിട്ട് ഇസ്മായിൽ സൈബരി ഗോളാക്കി മാറ്റുന്നതും. സോ ഡിഫൻസ് വാസ് ഡിസോർഗനൈസ്ഡ്. ബ്രസീലിന് പാളിയ ഒന്നാമത്തെ പോയിൻ്റാണ്. ഈ ഒറ്റ സെൻറ്റൻസിലെല്ലാം ഉണ്ട്. മിഡ്ഫീൽഡ് വൾണറബിൾ ആയിരുന്നു. കാസമിറോ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ലൂക്കാസ് പക്വേറ്റയെക്കുറിച്ച് ഇപ്പോൾ ചില സ്പാനിഷ് മീഡിയാസിൻ്റെ അനാലിസിസ് ഇപ്പോൾ ഞാൻ കണ്ടു. തൻ്റെ ശരിക്കും ഡിസ്ജോയിൻ്റ് ആണ് ഈ ടീമിൽ എന്ന് മാത്രമല്ല, തൻ്റെ സഹതാരങ്ങളെ ഡേഞ്ചറസിലാക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്ന്. അത്രയൊക്കെ വിമർശിക്കേണ്ടതുണ്ടോ എന്നറിയില്ല. പക്ഷേ അദ്ദേഹവും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ബ്രൂണോ ഗുയിമാറസിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ മിഡ്ഫീൽഡ് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് പത്തറ്റിക് ആയിരുന്നു, എസ്പെഷ്യലി ഇൻ ഫസ്റ്റ് ഹാഫ്. ദെൻ മുന്നേറ്റനിര അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു. ഇഗോർ തിയാഗോക്ക് ആകെ കിട്ടിയത് ഒറ്റ ക്രോസാണ്. അദ്ദേഹത്തിന് അത് കറക്റ്റ് ചെയ്യാനും പറ്റിയില്ല. മറ്റവസരങ്ങളൊന്നും വിങ്ങർമാർ സ്ട്രൈക്കർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും റാഫീഞ്ഞ എന്താണ് ചെയ്തത്? ഈ കളിയിൽ ഉടനീളം അദ്ദേഹം ഗോസ്റ്റിംഗ് എന്ന രൂപത്തിലാണ്. കിട്ടിയ അവസരമാണെങ്കിൽ ഗോളാക്കാൻ പറ്റിയതുമില്ല. വിനിയാണ് പിന്നെയും മുന്നേറ്റത്തിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തിയെന്ന് പറയാം. അപ്പോൾ ബ്രസീലിന് എവിടെ പാളിന്ന് വെച്ചാൽ ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി: ബ്രസീൽ വാസ് ഡിസോർഗനൈസ്ഡ് ഇൻ ഡിഫൻസ്, വൾണറബിൾ ഇൻ മിഡ്ഫീൽഡ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഇൻ അറ്റാക്ക്. അതിലെല്ലാം ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ കാർലോ അഞ്ചലോട്ടിയുടെ വരവിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ അറ്റാക്ക്, പ്രസ് ചെയ്ത് ബോൾ എടുത്ത് കൗണ്ടർ അറ്റാക്ക് നടത്തുന്നതിലാണ്
കാർലോ അഞ്ചലോട്ടി വന്നതിന് ശേഷം ബ്രസീൽ ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ കളിയിൽ വേണ്ടത്ര കണ്ടതുമില്ല. അപ്പം ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നിന്ന് മാത്രമാണ് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ഡേഞ്ചറസ് ആയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായത്. അത് മതിയാവില്ല ഒരു ബിഗ് മാച്ചൊക്കെ ജയിക്കാൻ. ഈ കാലിബറുള്ള ടീമിൽ നിന്ന് അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മാച്ചിലൊക്കെ കൂടുതൽ മികവിലേക്ക് പോയില്ലെങ്കിൽ ബ്രസീലിന് പണി കിട്ടും. അടുത്ത മാച്ച് ജയിക്കൂല എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചില്ലെങ്കിൽ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം എന്നുള്ളത് കിട്ടാക്കനിയാവും, മുന്നോട്ട് പോയാലും ബുദ്ധിമുട്ടാവും എന്നുള്ളൊരവസ്ഥ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം സ്റ്റാർട്ടാണ് ശരിക്കും പ്രശ്നമായത്. ഈ വേൾഡ് കപ്പിൽ ആദ്യ മൊമെൻറ്റുകൾ ബ്രസീലിന് ശരിക്കും ബുദ്ധിമുട്ടായി. വെരി ബാഡാണ് ടു ബി ഓണസ്റ്റ്. ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് വേണ്ട, ആ ഡ്രിങ്ക്സ് ബ്രേക്ക് വരെയുള്ള സമയം ആക്ച്വലി ടു ബി ഓണസ്റ്റ് അത് വെരി ബാഡായിരുന്നു. എറേഴ്സ് സംഭവിക്കുന്നു, ബോള് നഷ്ടപ്പെടുത്തുന്നു. അത് മൊറോക്കോ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അറ്റാക്ക് ചെയ്ത് വന്നിട്ട് നിരന്തരം അറ്റാക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവർ ചാൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരു മിനിമലി ഓർഗനൈസ്ഡ് ആവാൻ ബ്രസീൽ സമയമെടുത്തു. അങ്ങനെ ഓർഗനൈസ് ആയ സമയത്താണ് വിനി ജൂനിയർ ഇടതുപാർശ്വത്തിലൂടെ പോയിട്ട് ആ കിടിലൻ ക്രോസ് ഇഗോർ തിയാഗോക്ക് കൊടുക്കുന്നത്. ഇഗോർ തിയാഗോക്കാണെങ്കിൽ അത് മുതലെടുക്കാനും പറ്റിയില്ല. കളിയുടെ അവസാനം അദ്ദേഹത്തെ സ്കേപ്പ് ഗോട്ട് ആക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, പക്ഷേ ആ ഒരു മിസ് വളരെ കോസ്റ്റ്ലി ആണ് എന്നുള്ളത് പിന്നീട് തെളിയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പിന്നെ ബ്രസീലിൻ്റെ ഡിഫൻസ് ആ സ്പേസ് കൺസീഡ് ചെയ്യുന്നതും എതിരാളികൾ അത് മുതലെടുത്ത് ബ്രാഹിം ഡയസിൻ്റെ വിഷൻ അവർക്ക് ഗുണമാകുന്നു, ഇസ്മായിലെ സൈബരി ഗോൾ അടിക്കുന്നതും. പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രസീൽ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതാണല്ലോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഒരു ഗോളിന് പുറകെ പോയാൽ ഒരു ബ്രസീൽ ശരിക്കും അത് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അതിൽ നിന്ന് അവരെ രക്ഷിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈഡ്രേഷൻ ബ്രേക്കാണ്, വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള ബ്രേക്ക്. ആ ബ്രേക്കിൻ്റെ സമയത്ത് കാർലോ അഞ്ചലോട്ടി ടാക്റ്റിക്കലി കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അതായത് ബ്രസീൽ 4-2-4 ഫോർമേഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് എഫക്റ്റീവ് ആവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് മാറ്റി 4-2-3-1 എന്ന രൂപത്തിലേക്ക് മാറ്റി. റാഫിഞ്ഞ റൈറ്റിലേക്ക്, പക്വറ്റ സെൻറ്ററിലേക്ക് എന്ന രൂപത്തിലേക്ക് മാറി. അതോടുകൂടി കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ബ്രസീലിന് ലഭിക്കുന്നതും കണ്ടു. പിന്നാലെ ബ്രസീലിൻ്റെ ഈക്വലൈസർ വന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിനിയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ബ്രൂണോ ഗുയിമാരസിന് കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡിൽ. പിന്നീട് അദ്ദേഹം ആ ബോൾ തിരികെ സ്വീകരിച്ചുകൊണ്ട് കട്ടിങ് ചെയ്ത് പോയിട്ട് ഒരു കിടലൻ പവർഫുൾ ഷോട്ട് ഉതിർക്കുന്നു. പിന്നെ കളി അങ്ങോട്ട് പോകുമ്പോൾ പക്വറ്റയ്ക്ക് അതിപകുതിയുടെ അവസാനത്തിൽ നല്ലൊരു അവസരം കിട്ടിയത് ഗോളായി മാറിയില്ല. ബ്രസീൽ ഓർഗനൈസ്ഡ് ആയത് ശരിക്കും പറഞ്ഞാൽ ഗോൾ വീണതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഓർഗനൈസ്ഡ് ആയത്. ആ തുടക്കത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയാണ് ബ്രസീലിന് പാളിയത്. അത് കോച്ച് പറയുന്നുണ്ട്, എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം, ഒരു പുതിയ ടൂർണമെൻറ്റ് കളിക്കുന്നതിൻ്റെ ആശങ്കയും ആവലാതികളും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആവാം, ഉത്കണ്ഠയൊക്കെ ആവാം. പക്ഷേ ബ്രസീലിനെ പോലെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ടീമിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്. രണ്ടാം പകുതിയിൽ ടീം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല. ആഞ്ചലോട്ടി മാറ്റങ്ങൾ വരുന്നു, ഇബാനസിനെയും കാസിമറോയും മാറ്റുന്നു, രണ്ടുപേർക്ക് ലോ കാർഡ് ഉണ്ടായിരുന്നു, ഡാനിലോയും ഫാബിഞ്ചോയും വരുന്നു. അവർ ഈ ടീമിന് കുറച്ചുകൂടി എനർജി കൊണ്ടുവന്നുള്ളത് ശരിയാണ്. പക്ഷേ വളരെ ലിറ്റിലായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമാണ് ഉണ്ടായതെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ദെൻ ബ്രസീൽ ലൂയിസ് എൻട്രിക്കയും മാത്യൂസ് കുഞ്ഞയും കൂടി കൊണ്ടുവരുന്നു. അതായത് പക്വറ്റോ ഇഗാർത്തിയോഗയും പിൻവലിക്കുന്നു. അവിടെ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. കുറച്ചുകൂടി അറ്റാക്കിംഗ് മൂവുകൾ നടത്താൻ കഴിഞ്ഞു. ലൂയിസ് എൻട്രിക്ക് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് സൈഡിലൊരു വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്യൂസ് കുഞ്ഞ മൂവ്ഡ് അറൗണ്ട് ദി അറ്റാക്ക്, ആ രൂപത്തിലുള്ള ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ റാഫിഞ്ഞ അപ്പോഴും ലാർജ്ലി ഇൻവിസിബിൾ ആയിട്ടാണ് ഈ ഗെയിം കണ്ടത്. അത് തുടരുന്നുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഒരു അവസരം വിനി കൊടുത്തതാണെങ്കിൽ മുതലെടുക്കാനും പറ്റാതെ പോയി. സോ ശരിക്കും പറഞ്ഞാൽ കളി പുരോഗമിക്കും തോറും ബ്രസീൽ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുഞ്ഞ ലെഫ്റ്റിലേക്ക് പൊസിഷൻ എടുക്കുന്നു, വിനിക്ക് കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം കളി ജയിക്കുമായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ ഇംപ്രൂവ്ഡ് ആണ്, ബട്ട് ദാറ്റ്സ് നോട്ട് ഇനഫ് എന്നുള്ളതാണ് അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ തുടക്കത്തിലെ കാലിഡറലുകൾ, തുടക്കത്തിലെ ആ ഒരു ഡിസോർഗനൈസേഷൻ, ലാക്ക് ഓഫ് കോർഡിനേഷൻ, ഇതാണ് ഈ കളി വിജയിക്കുന്നതിൽ നിന്ന് ബ്രസീലിനെ തടഞ്ഞത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നിരാശ എന്ന് പറയേണ്ടതില്ല. രണ്ടാം കളിയാകുമ്പോഴേക്കും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ എതിരാളികൾ മൊറോക്കോയാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. മൊറോക്കോയെ നമ്മൾ പഴയ കണ്ണുവെച്ച് അളക്കണ്ട. അവർ വേൾഡ് റാങ്കിൽ 7-ാമതും ബ്രസീൽ 6-ാമതും ആരെയും ഓർക്കുക. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.